നമസ്കാരം. കാവടി ഇപ്പോൾ തൈപ്പൂയത്തിനൊക്കെ നമ്മൾ കാവടി എടുക്കാറുണ്ട്. കാവടി എടുക്കുന്നവർ അതറിഞ്ഞിരിക്കേണ്ട ചില മന്ത്രങ്ങളും മന്ത്രസിദ്ധികളും ഉണ്ട്. നമ്മൾ പഴനിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ഹരഹരോ ഹരഹര എന്ന മന്ത്രം കേൾക്കാറുണ്ട്. എന്താണ് ഈ ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞ മന്ത്രരഹസ്യം എന്താണ്? എന്തുകൊണ്ടാണ് കാവടി എടുക്കുന്നവർ ഇങ്ങനെ ഒരു മന്ത്രം ജപിക്കുന്നത്? നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ രഹസ്യമൊന്നും നമുക്കറിയില്ല. അത് കാവടി എടുക്കുമ്പോൾ ജപിക്കുന്ന മന്ത്രമാണ് ഹരഹരോ ഹരഹര എന്നുള്ളത്. ഈ കാവടി സ്വാമിമാർ നിത്യവും ജപിക്കേണ്ട ഒരു മന്ത്രമാണ് ഈ ഹരഹരോ ഹരഹര എന്നത്. സർവ്വ ദുഃഖങ്ങളെയും മാറ്റിത്തരുന്ന ഒരു തീരുമന്ത്രം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഈ പേരിലുള്ള മന്ത്രം ജീവിതത്തിൻ്റെ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും അഭയം നൽകുന്നു എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. നമ്മുടെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ ഈ മന്ത്രം നമുക്ക് മാറ്റം തരുന്നു എന്നുള്ളതാണ്. ഹരഹരോ ഹരഹര എന്ന മന്ത്രത്തിന് ദുരിതങ്ങളെ മാറ്റുവാൻ കഴിവുള്ള ഹര എന്നത് പാപങ്ങളെ നശിപ്പിക്കുന്നവൻ എന്നാണ്. നമുക്ക് ധാരാളം ദുശ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പാപങ്ങളെ നശിപ്പിക്കുന്നതാണ് ഹര എന്നത്. സംഹാരം എന്നും ഇതിന് അർത്ഥമുണ്ട്. ഹര എന്നത് സംഹാരം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹരൻ എന്നത് ആരാണ്? ശിവനാണ്, ഭഗവാനാണ് ഹര എന്നത്. അപ്പോൾ ശിവാഗമത്തിൽ ഹര എന്ന നാമം പ്രസിദ്ധമാണ്. ജലത്തിൽ നിന്നുകൊണ്ട് ഹര എന്ന നാമം 8 തവണ ജപിച്ചാൽ നമ്മുടെ ജലത്തിലെന്ന് പറഞ്ഞാൽ ജലത്തിൽ കഴുത്തുമുട്ട ജലത്തിലല്ല, വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ട് 8 തവണ ഹര എന്ന നാമം ജപിച്ചാൽ എന്താണ്? സർവ്വപാപങ്ങളും നശിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ശിവാഗമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന എന്തായാലും സുബ്രഹ്മണ്യന്റെ ചൈതന്യ വിശേഷം ഉൾക്കൊള്ളുന്ന മഹാമന്ത്രമാണ് ഈ പറയുന്ന ഹരഹരോ ഹരഹര എന്ന മഹാമന്ത്രം. അതുകൊണ്ടാണ് അതങ്ങനെ നമ്മൾ കാവടി എടുക്കുമ്പോൾ ജപിക്കൂ എന്ന് പറയുന്നത്. സുബ്രഹ്മണ്യൻ്റെ എല്ലാ ചൈതന്യവും ഈ മന്ത്രത്തിലുണ്ട്. അപ്പോൾ കാവടി എടുക്കുന്നതിനോടൊപ്പം, കാവടി എടുക്കാൻ വ്രതം എടുക്കുന്നതിനോടൊപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര എന്ന് ജപിച്ചുകൊണ്ട് നടന്നാൽ സർവ്വപാപങ്ങളും ഹനിച്ച് ഇല്ലാണ്ടാക്കുന്നു എന്നുള്ളതാണ് ആ മന്ത്രത്തിൻ്റെ പ്രത്യേകത. അപ്പം നമ്മുടെ എല്ലാ ദോഷങ്ങളും പാപങ്ങളും ഒക്കെ മാറി ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ കാവടി എടുക്കുന്ന സ്വാമിമാർ ഇങ്ങനെ ജപിക്കുന്നത് എന്തിനാണ് എന്നുള്ളപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതുപോലെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ജലത്തിനുള്ളിൽ കിടന്നുകൊണ്ട് ഹര എന്നിട്ട് പ്രാവശ്യം ജപിച്ചാലും നമ്മുടെ ദോഷങ്ങളും ഒക്കെ ഇല്ലാണ്ടാകും.